എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. Skywave Water and Amusement Park, Kakkadampoyil, Valamthood, Malappuram. Shobika Weddings, Kozhikode, Kalyangad, Koilandi, Kuttiyadi, Nilambur. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. മലപ്പുറം ജില്ലാ പഞ്ചായത്തും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും സംയുക്തമായി നിലമ്പൂർ ചുങ്കത്ര ജില്ലാ കൃഷിത്തോട്ടത്തിൽ സംഘടിപ്പിക്കുന്ന നിറപൊലി 2025 എന്ന പേരിലുള്ള കാർഷിക മേളയ്ക്ക് തുടക്കം. കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വന്യമൃഗങ്ങളിൽ നിന്ന് കൃഷി സംരക്ഷിക്കാൻ AI സംവിധാനം ഉപയോഗപ്പെടുത്തുന്ന പദ്ധതി നടപ്പാക്കാൻ ശ്രമം നടത്തുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. മലപ്പുറം ജില്ലാ പഞ്ചായത്തും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും സംയുക്തമായി ചുങ്കത്ര മുട്ടിക്കടവ് ജില്ലാ കൃഷിത്തോട്ടത്തിൽ സംഘടിപ്പിക്കുന്ന കാർഷിക മേള നിറപൊലി 2025 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വനനിയമ ഭേദഗതിയിൽ ജലസ്രോതസ്സുകൾ മുഴുവൻ വനം വകുപ്പിന് നൽകുന്ന നിയമമുണ്ടെന്ന പ്രചരണം തെറ്റാണെന്നും മന്ത്രി പറഞ്ഞു. അനുഭവിക്കുന്ന മൊത്തം ആരാണ്? കൃഷിക്കാരനാണ്. എത്ര നാൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു നിൽക്കാൻ പറ്റും? ഞങ്ങളുടെ വകുപ്പല്ല കേട്ടോ പറയുന്ന ആൾക്കാരെല്ലാം നമ്മോട് പറയുമ്പോൾ അത് അങ്ങനെ എത്ര നാൾ പറഞ്ഞു പോകാൻ ഒക്കും? അതൊരു പ്രതിസന്ധി ആയപ്പോൾ കഴിഞ്ഞ ബജറ്റിനകത്ത് ഞങ്ങൾ തീരുമാനിച്ചു കൃഷിക്കുള്ള കാര്യങ്ങൾക്കകത്ത് ഇച്ചിരി പൈസ നീക്കി വെക്കണം. അങ്ങനെ 2 കോടി രൂപ ഞങ്ങൾ ഇതിനു വേണ്ടി ഇതിനെന്തെല്ലാമാണോ പ്രതിവിധി ചെയ്യാൻ പറ്റുന്നതിന് വേണ്ടി 2 കോടി രൂപ നീക്കി വെക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത്. ആദ്യമായിട്ടാണ് കേരളത്തിൽ കൃഷി വകുപ്പ് 2 കോടി രൂപ നീക്കി വെക്കുന്നത്. അതെല്ലാം വലിയ സംഖ്യയൊന്നുമല്ല. അതിനി കൂടുതൽ നീക്കി വെച്ചാൽ വിത്തിന് കൊടുക്കുന്ന പൈസ പോകും, കൂടുതൽ നീക്കി വെച്ചാൽ തൈക്ക് കൊടുക്കുന്ന പൈസ പോകും, കർഷകന്റെ ആനുകൂല്യം പോകും. നമുക്ക് വേറെ നോട്ടടിക്കാൻ അവകാശം ഇല്ലാത്തതുകൊണ്ട് കിട്ടുന്നതിനകത്തുനിന്ന് ഒക്കെ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ വീണ്ടും ചെയ്തത് RKVY വീണ്ടും 25 കോടി രൂപയും കൂടി ഞങ്ങൾ അതിനകത്തേക്ക് ഉൾപ്പെടുത്തി. അപ്പോൾ ഇത് നമുക്കൊരു ധനകാര്യ പ്രതിസന്ധി നമ്മുടെ കേരളത്തിലുണ്ട്. ഇപ്പോൾ ഏത് പദ്ധതി നടപ്പിലാക്കുമ്പോഴും ഒരു സാമ്പത്തിക പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ടാവും. കൃഷി വകുപ്പിനകത്തും ഒരു വലിയ പ്രശ്നമെല്ലാം ഉണ്ട്. ഇപ്പോൾ 25, 27 കൂടെ കൊണ്ടൊന്നും ആവില്ല എന്നറിയാം. പക്ഷേ എങ്കിലും അത് വെച്ച് ഞങ്ങൾ കൃഷി വകുപ്പ് കൂടി ഈ വന്യജീവി സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഇടപെടാൻ തീരുമാനിച്ചു. ഇനിയും നമുക്ക് ചില സോളാർ ഫെൻസിങ്ങിൻ്റെ കാര്യം പറയും, ചിലയിടത്ത് പ്രായോഗികം, ചിലയിടത്ത് അപ്രായോഗികം പറയുന്നുണ്ട്. ഞങ്ങൾ ഒരു ദിവസം സ്റ്റാർട്ടപ്പുകളുടെ ഒരു മീറ്റിംഗ് ഹൈദരാബാദിൽ ഞാനും ഞങ്ങളുടെ കൃഷി വകുപ്പ് ഡയറക്ടർ അതിൽ ഇതിനകത്ത് പരിപാടിക്കകത്ത് പേര് കണ്ടു, വേറെ എന്തോ പരിപാടി ബന്ധപ്പെട്ട് പോയാണെന്ന് തോന്നുന്നു. അപ്പം അതിലെയും ഞങ്ങളെല്ലാം കൂടി ഹൈദരാബാദിൽ ഇതിനൊരു സ്റ്റാർട്ടപ്പിൻ്റെ മീറ്റിങ്ങിൽ പോയി. അവരുമായിട്ട് ഞങ്ങൾ ഈ മാസം ജനുവരിയിൽ തന്നെ കേരളത്തിൽ ഞങ്ങളൊരു കോൺക്ലേവ് വെക്കുന്നുണ്ട്. ഒരു ഡിവൈസ്, ചെറിയ പൈസ, വലിയ പൈസയൊന്നും ആവുന്നില്ല, ആനയെയും പന്നിയെയും ഒക്കെ ഓടിക്കാൻ പറ്റുന്ന തരത്തിൽ ഇവിടെ നേരത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ നിർമ്മിത ബുദ്ധിയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി ഈ മൃഗം അടുത്ത് വന്നാൽ പ്രത്യേകമായ സൗണ്ട് പുറപ്പെടുവിച്ചതിന് ഓടിക്കാൻ പറ്റുന്ന ഒരുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള പുതിയ മാർഗങ്ങൾ കൂടി ഞങ്ങൾ തേടുന്നുണ്ട്. ഞങ്ങളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമായി തന്നെ കൃഷി വകുപ്പിൻ്റെ മുൻകൈയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ കേരളത്തിൽ അത് പ്രയോഗിച്ച് നോക്കുന്നതിനാണ് ഞങ്ങൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിക്കുന്നത് തടയാൻ കൃഷി വകുപ്പിന് പരിമിതികളുണ്ട്. എന്നാൽ ഈ സർക്കാർ ആദ്യം 2 കോടി അനുവദിച്ചു. തുടർന്ന് RKVY പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തി 25 കോടി രൂപ കൂടി അനുവദിച്ചിട്ടുണ്ട്. വന്യമൃഗശല്യം പരിഹരിക്കുന്നതിനുൾപ്പെടെ സംസ്ഥാനത്തിന്റെ സമഗ്ര കാർഷിക വികസനത്തിന് ലോകബാങ്കിന്റെ സഹായത്തോടെ 2375 കോടിയുടെ വിവിധ പദ്ധതികൾക്ക് അനുമതിയായിട്ടുണ്ടെന്നും സംസ്ഥാനത്ത് മികച്ച കാർഷിക പദ്ധതിയായി അത് നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇനി സാമ്പത്തികമായ വേറെയും ചില പ്രയാസങ്ങളെല്ലാം ഉണ്ടാവുമെങ്കിലും ഞങ്ങൾ മൊത്തത്തിൽ കേരളത്തിൽ കൃഷി വകുപ്പിന് എവിടെ നിന്ന് പൈസ കിട്ടുമെന്ന് ഞങ്ങൾ നോക്കി. ഒരു രക്ഷയില്ല, ആകെ വലിയ പ്രതിസന്ധിയും പ്രയാസവും എല്ലാമാണ്. കർഷകരെ സഹായിക്കാൻ എന്താണ് മാർഗമെന്ന് നോക്കി. ഞങ്ങൾ ലോൺ എടുക്കാൻ പറ്റുന്ന എല്ലായിടങ്ങളിലും നോക്കി. അങ്ങനെ ഒരു വേൾഡ് ബാങ്കുമായി ബന്ധപ്പെട്ട് മൊത്തം ലോണാണ്, തിരിച്ച് നമ്മൾ പലിശ സഹിതം അടക്കേണ്ടതാണ്. അങ്ങനെ ഒരു ലോണിന് വേണ്ടി നീങ്ങി
അങ്ങനെ 2024 കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ തൊട്ടങ്ങോട്ട് മാറി ഒക്ടോബർ മാസം 31 തീയതി 2375 കോടിയുടെ പദ്ധതിക്ക് അന്തിമ അനുമതിയായി എന്നുള്ള വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ്. പി വി അൻവർ MLA അധ്യക്ഷത വഹിച്ചു. കാർഷിക പ്രദർശന സ്റ്റാളുകളുടെ ഉദ്ഘാടനം PV അബ്ദുൽ വഹാബ് MP നിർവഹിച്ചു. ജില്ലാ കളക്ടർ VR വിനോദ് മികച്ച കർഷകരെ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ, വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം, സ്ഥിരം സമിതി അധ്യക്ഷരായ സെറീന ഹസീബ്, NA കരീം, നസീബ അസീസ്, നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P പുഷ്പവല്ലി, ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റീന, കൃഷി അഡീഷണൽ ഡയറക്ടർ തോമസ് സാമുവൽ, ജില്ലാ കൃഷിത്തോട്ടം സൂപ്രണ്ട് ബെന്നി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. A+ വിഷൻ, നിലമ്പൂർ. ഓ മൈ ഗോഡ്, വാവേ ഒരു മിനിറ്റ്. Super absorbent. Poppy's diapers.